ഫോൾഡ് ചെയ്ത് നിൽക്കും. ഇനി നമുക്ക് ഇത് ഒക്കെ ഒട്ടിച്ച് ബോക്സ് സെറ്റാക്കാം. ഫസ്റ്റ് നമുക്ക് ബേസിൽ ബോർഡേഴ്സാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്, എന്നിട്ടാണ് നമ്മൾ ടോപ്പർ ഒട്ടിക്കാം. അപ്പം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ബേസ് വെച്ചതിന് ശേഷം ഞാൻ ചെറിയ സൈഡാണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ സൈഡിൽ അത് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ ഫോം ബോർഡ് കറക്റ്റ് ഒട്ടിയിട്ട് നിൽക്കും, പെട്ടെന്നൊന്നും നാശമാവില്ല. ദെൻ ഈ ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ഗമ്മാണ്, പിള്ളേരൊന്നും എടുത്തില്ലാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് എൻഡിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്നും ചെയ്യേണ്ട, ഗമ്മ് കൈമ ആവാണ്ട് ശ്രദ്ധിക്കണം. കാരണം കൈമ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പോവില്ല, കാരണം അത്രയും ഡേഞ്ചറാണ്. കൈ ഒട്ടി പിടിച്ചിട്ടിരിക്കും. പിന്നെ കുറേ നേരം റിസ്ക് എടുത്തെങ്കിലാണ് നമുക്കത് റെഡിയാക്കാൻ പറ്റുമോ, തൊലിയൊക്കെ അടർന്നു പോരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഹോള് ഒക്കെ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഗം ഒഴിക്കാനും. ഗം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ നോക്കണം. അതിന് ഇതുപോലെ തന്നെ ബാക്കി 4 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. വലിയ സൈഡ് ഫസ്റ്റ് ഞാനൊരു ചെറിയ സൈഡ് ഒട്ടിക്കും, പിന്നെ ഞാൻ വലിയ സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 4 സൈഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ വലിയ സൈഡിൽ കോർണേഴ്സ് ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അത് 2 കോർണേഴ്സും തമ്മിൽ നല്ല ഗമ്മായിട്ട് നിൽക്കണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ലെങ്ത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ ഗം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡും കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ എക്സസ് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബോർഡർ വെക്കുക. എന്നിട്ട് കോർണേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും എക്സസ് വരുന്നത് കട്ട് ചെയ്യുക, ബോർഡേഴ്സ് വെക്കുക. അങ്ങനെ 4 ബോർഡേഴ്സും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗം യൂസ് ചെയ്ത് സ്റ്റിക്കാക്കി നിർത്തണം. അപ്പോൾ നമ്മൾ